കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു നടൻ്റെ മരണവാർത്ത എല്ലാവരെയും ഞെട്ടിച്ചത് എന്ന് പറയാം. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ച് വീണ്ടും ദുരന്ത വാർത്തയാണ് എത്തിയിരിക്കുന്നത്. യുവനടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഒക്കെയായിട്ടുള്ള അഭിനയ് കിങ്കറാണ് അന്തരിച്ചത്. 44 വയസ്സായിരുന്നു അഭിനയിന്. ഏറെ നാളായി കരൾ സംബന്ധമായ ഗുരുതരമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. അന്ത്യം തിങ്കളാഴ്ചയായിരുന്നു. വർഷങ്ങളായി അസുഖബാധിതനായിരുന്നു അഭിനയ് കിങ്കറിൻ്റെ ആരോഗ്യനില അടുത്തിടെയാണ് ശരിക്കും പറഞ്ഞാൽ അതീവ ഗുരുതരമായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ വാർത്ത ആരാധകർക്ക് വിശ്വസിക്കാനായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. 2002 ധനുഷിനോടൊപ്പം തുള്ളുവതോ ഇളമൈ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ് കിങ്കർ അഭിനയരംഗത്തേക്ക് ശ്രദ്ധേയനായി മാറുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 15ലധികം സിനിമകളിലും പരസ്യചിത്രങ്ങളിലും ശബ്ദലേഖനങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു. വിജയ് ചിത്രം തുപ്പാക്കിയിൽ വില്ലൻ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് അഭിനയായിരുന്നു. രോഗം മൂർച്ഛിച്ചതോടെ താരം സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലാവുകയും ചികിത്സയ്ക്കായി പൊതുസമൂഹത്തോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. നടൻ ധനുഷ് 5 ലക്ഷം രൂപ, കൊമേഡിയൻ KPY ബാല 1 ലക്ഷം രൂപയും നൽകി സഹായിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.